കുറെ നാളെ കൂടി മനസ്സമാധാനം തോന്നിയത് ഇന്നായിരുന്നു. ആ ഒരു സന്തോഷത്തിലാണ് വീട്ടിലേക്ക് ചെന്നത്. റോഡിൽ നിന്നിറങ്ങിയപ്പോൾ വീടിന് മുന്നിൽ ഒരു കാർ കിടക്കുന്നത് കണ്ടിരുന്നു. വിരുന്നുകാർ ആരെങ്കിലും എത്തിയതാവുമെന്ന് കരുതിയത്. പക്ഷേ എന്തൊക്കെയോ ഒച്ചവും ബഹളവുമൊക്കെ കേട്ടപ്പോൾ അറിയാതെ തന്നെ ഉള്ളിൽ ഭയം ചിന്തകളും ഇരുണ്ടുകൂടി. അതുകൊണ്ട് തന്നെ കാലുകൾക്ക് വേഗത കൂടിയിരുന്നു. ചെന്ന് കയറുമ്പോൾ തന്നെ ആരൊക്കെയോ കയറുന്നു മാമനെ എടുത്തുകൊണ്ടുവരുന്നതാണ് കണ്ടത്. ഒരു നിമിഷത്തേക്ക് ശരീരം തളർന്നു പോയിരുന്നു. അമ്മായിയും കുട്ടികളും അലമുറയിട്ട് കരയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ മനസ്സ് വീണ്ടെടുത്തു. മാമൻ പറയുന്നതെന്നുള്ളത് മനസ്സിൽ വന്നു. നീ എൻ്റെ മൂത്ത മോളാണ്. എനിക്കെന്തെങ്കിലും പറ്റിയാലും ഇവരെ നീയാണ് നോക്കേണ്ടത്. അതെ, തളരാൻ പാടില്ല. ഞാൻ വേഗം റൂമിലേക്ക് ഓടി. കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചു. കുറച്ച് സ്വരുക്കൂട്ടി വെച്ച കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു. അതെടുത്ത് ഓടി വന്നു. കുട്ടികൾ രണ്ടാളും വീട്ടിൽ തന്നെ നിൽക്കാൻ പറഞ്ഞത് ഞാനും അമ്മായിയും അടുത്തുള്ള ഒരു ഏട്ടനും കൂടെ കാറിൽ കയറി. അമ്മായി ഭയത്തോടെ മാമൻ്റെ മുഖത്ത് നോക്കി കരയുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു. ഒന്നും വരില്ലെന്ന് മനസ്സ് പറഞ്ഞു. അടുത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോയത്. പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ മാമൻ ഐസിയിലാക്കി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇന്ദ്രേട്ടൻ്റെ അച്ഛനും അമ്മയും ശിവയെയും അനുവിനെയും കൂട്ടി വന്നു. പേടിച്ചിട്ട് രണ്ടാളും കൂടെ അവരെ വിളിച്ചു പറഞ്ഞതാണത്രേ. ഏതായാലും അച്ഛൻ വന്നത് ആശ്വാസമായി. സൗഹൃദങ്ങളുടെയും ബന്ധുക്കളുടെയും വില മനസ്സിലാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒന്നും ആശ്വസിപ്പിക്കാനെങ്കിലും മറ്റൊരാൾ കൂടെയുള്ളത് ഭാഗ്യമാണ്. ഇതൊക്കെ കൊണ്ടാകും മാമൻ എൻ്റെ കാര്യത്തിൽ തിരുക്കത്തിൽ ഒരു തീരുമാനം എടുത്തത്. മാമൻ ECGയിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. കുറച്ച് ചെക്കപ്പ് നടത്താൻ ഉണ്ടത്രേ. അധികം സ്ട്രെയിൻ ഒന്നും എടുപ്പിക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു ദിവസം അവിടെ കിടക്കാൻ പറഞ്ഞു. അമ്മായിയും അച്ഛനും പോയപ്പോൾ അവിടെയും കൂട്ടിക്കൊണ്ടുപോയി. അമ്മായും ഞാനും അവിടെ തന്നെ നിന്നു. മാധവൻ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. മോളും നിർമ്മലയും ആശുപത്രിയിൽ നിൽക്കുന്നത് കൊണ്ട് കുട്ടികളെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടുത്തെ കാര്യം പറയാൻ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഓഫീസിൽ അല്പം തിരക്കായിരുന്നു. അവനല്ലെങ്കിലും ഓഫീസ് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുള്ളൂ. ഉഷയായിരുന്നു അത് പറഞ്ഞത്. ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഇന്ദ്രൻ മുറിയിലേക്ക് പോയി. സേതുവിൻ്റെ ശബ്ദമാണ് ഇന്ദ്രനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. എങ്കിലും തൻ്റെ ദൃഷ്ടിയിൽ മാറ്റം വരുത്താതെ പുറത്തേക്ക് നോക്കി തന്നെ അവൻ നിന്നു. നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് ആശുപത്രിയിലേക്ക് വരാൻ? ഒന്ന് മുഖം കാണിക്കാനെങ്കിലും വരാമായിരുന്നില്ലേ? ഞാൻ വന്നില്ലെന്ന് വെച്ച് അവിടുത്തെ കാര്യങ്ങൾ മുടക്കൊന്നും വന്നില്ലല്ലോ. ഞാൻ കഴിച്ചിട്ടാ വന്നത്. കഴിച്ചില്ലെങ്കിലും അവരുടെ കൂടെ കുറച്ചു നേരം സംസാരിക്കും. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അനുവും ശിവയും ഇന്ദ്രയോടടുത്തു. ആദ്യമൊക്കെ അകൽച്ച തോന്നിയെങ്കിലും ഇന്ദ്രനും അവരെ അനിയത്തിമാരെ കണ്ടു തുടങ്ങിയിരുന്നു. കുറേ സമയത്തെ സംസാരത്തിന് ശേഷം വൈകിയാണ് എല്ലാവരും കിടക്കാനായി പോയത്. ശിവയുടെയും അനുവിൻ്റെയും കൂടെ രാവിലെ തന്നെ ഇന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ജാനകിയുടെ കുടുംബമായി ഇന്ദ്രൻ അടുക്കാൻ വേണ്ടി സേതു മനപ്പുറം കൂടെ പോയിരുന്നില്ല. അവിടെ എത്തി ഡിസ്ചാർജ് ചെയ്യാനുള്ള ബില്ലൊക്കെ ശരിയാക്കി കുറേ സമയം അവരുടെ കൂടെ ചിലവഴിച്ചു. ഇന്ദ്രനും ആ കുടുംബത്തോട് എന്തൊരു ആത്മബന്ധം തോന്നി തുടങ്ങിയിരുന്നു. നിഷ്കളങ്കരായ കുറഞ്ഞ മനുഷ്യർ, എല്ലാവരുടെയും സ്നേഹം മാത്രം. നിർമ്മലയാണ് അല്പം വ്യത്യാസ സ്വഭാവം ഇടയ്ക്കെങ്കിലും കാണിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ മാധവന് വയ്യാത്തത് കൊണ്ടാകും അവരിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഡിസ്ചാർജ് ചെയ്തു അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയത് ഇന്ദ്രനാണ്. തിരികെ യാത്ര പറഞ്ഞ് മടങ്ങി ഇന്ദ്രന് പിറകെ ജാനകിയെ മാധവൻ പറഞ്ഞു വിട്ടു. കാറ് വരെ അവൾ അനുവരെ അനുഗമിച്ചു. ഇന്ദ്രേട്ട, നന്ദി എല്ലാ സഹായങ്ങൾക്കും. ഓ, നിന്റെ നന്ദിക്ക് വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെയ്തത്. അകത്ത് കിടക്കുന്ന മനുഷ്യരോടും കുട്ടികളോടും തോന്നിയ സഹതാപത്തിൻ്റെ പുറത്താണ്. അറിയാം, എന്നോട് സ്നേഹം കൊണ്ടല്ല ഇതൊക്കെ ചെയ്തതെന്ന്. എന്നോട് ദേഷ്യമാണെങ്കിൽ പോലും അതൊന്നും അവരോട് കാണിക്കാതിരുന്നാൽ മതി. നിർവികാരമായ ഇത്രയും പറഞ്ഞ് അവൾ നിറയ്ക്ക് നടന്നുപോയി. അവളുടെ മറുപടി അവനിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. തൻ്റെ സ്വത്തിനും പണത്തിനും വേണ്ടിയാണ് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചെങ്കിൽ എൻ്റെ സ്നേഹം അവൾ പിടിച്ചു വാങ്ങാനല്ലേ ശ്രമിക്കേണ്ടത്? അവൾ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലെ മുഖഭാവമായിരുന്നു അവൾക്ക്. അവളുടെ ഉദ്ദേശം എന്താണെന്ന് ഇന്ദ്രന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വൈകിട്ട് തന്നെ സേതുവും ഉഷയും മാധവനെ കാണാനെത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് ഇന്ദ്രൻ്റെയും ജാനകിയുടെയും വിവാഹം നടത്തണമെന്ന് മാധവനാണ് പറഞ്ഞത്. ഉഷക്കും സേതുവിനും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ജ്യോത്സ്യരെ കണ്ട് അടുത്ത് തന്നെയുള്ള ഒരു മുഹൂർത്തം കുറിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ഉഷയും സേതുവും പോയത്. ഇവരുടെ സംസാരമൊക്കെ കേട്ട് ശിവയാണ് ജാനകിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ജാനുവിനൊരു മടുപ്പാണ് തോന്നിയത്. എത്രയൊക്കെ മുറിച്ചു മാറ്റിയാലും മറക്കാൻ ശ്രമിച്ചാലും വിഷ്ണു അവളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിരുന്നില്ല. ഇന്ദ്രന് വിവാഹത്തിൽ താല്പര്യമില്ല എന്നറിഞ്ഞിട്ടും തനിക്ക് എതിർക്കാൻ പറ്റുന്നതിൽ അവൾക്ക് സങ്കടം തോന്നി. എനിക്കായി എന്തെങ്കിലും മാറ്റിവെക്കാൻ ദൈവം മറന്നു പോയിരിക്കണം. ആകെയുള്ള ആശ്വാസം അമ്മയും അച്ഛനുമാണ്. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയോളം സ്നേഹം കിട്ടുന്നത് ഉഷ അമ്മയുടെ അടുത്ത് നിന്നാണ്. ആ സ്നേഹമെങ്കിലും കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചു വച്ചിരുന്നു. വൈകിട്ട് വന്നപ്പോൾ തന്നെ സേതു ഇന്ദ്രനോട് കല്യാണക്കാരൻ പറഞ്ഞിരുന്നു. എതിർത്തൊന്നും പറയാൻ നിന്നില്ല. ഹായ് ഇന്ദ്ര. വൈകിട്ട് വന്നപ്പോൾ തന്നെ സേതു ഇന്ദ്രനോട് കല്യാണക്കാരൻ പറഞ്ഞു. ഹായ് ആലി. അവൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം തളം കെട്ടി നിന്നിരുന്നു. എവിടെയാണ് മാൻ?
കാണാനേ ഇല്ലല്ലോ. പണ്ടൊക്കെ 3-4 നേരം വിളിച്ചിരുന്നതാണ്. അതൊക്കെ പോട്ടെ, അലക്സ് നിന്നെ വിളിച്ചിരുന്നു? ഇല്ല. അല്ല, നിനക്കെന്താ ഒരു വിഷമം? ഒന്നുമില്ല, തലവേദനയാണ്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ടേക്ക് കെയർ, ലവ്. വേഗം കോൾ കട്ടാക്കി അവൻ ബെഡിലേക്ക് കിടന്നു. അവനിൽ നിരാശ കൊമിഞ്ഞു കൂടുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ ഭാവം അടുത്തറിയാനാണ് വീഡിയോ കോൾ ചെയ്തത്. മറ്റൊരാൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് അറിയുമ്പോഴെങ്കിലും അവളിലൊരു മാറ്റം അവൻ പ്രതീക്ഷിച്ചിരുന്നു. അമ്മേ, നമ്മുടെ അലീനയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? അതെന്താ ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാൻ? നിങ്ങൾ മൂന്നാളും എപ്പോഴും ഇവിടൊക്കെ തന്നെയല്ലേ? അതല്ല അമ്മുക്കുട്ടി, അമ്മയുടെ മരുമോളായി കൊണ്ടുവരട്ടെ എന്ന് ഞെട്ടലോടെ ചന്ദ്രനെ നോക്കി. അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിരുന്നു. എന്തൊക്കെയാ നീ പറയുന്നത്? നിന്റെ തമാശ അല്പം കൂടുന്നുണ്ട് കേട്ടോ. തമാശ ഒന്നുമില്ല, അവൾ നല്ല കുട്ടിയല്ലേ. കുഞ്ഞുനാൾ തൊട്ട് ഇന്ന് വരെ എപ്പോഴും നിഴല് പോലെ അവളും അലക്സും കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങനെ കൂടാനാണ് മോഹം. അതിനാണോ കല്യാണം കഴിക്കണത്? അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് കുട്ടിക്കാലം തൊട്ട് അവളോട് ഇഷ്ടമായിരുന്നു. തിരിച്ചറിവ് എന്ന പ്രായത്തിലാണ് അതാണ് പ്രണയമാണെന്ന് മനസ്സിലായത്. ഒരു ചിരിയോടെ അവൻ പറഞ്ഞു. എനിക്കിഷ്ടമല്ല. എൻ്റെ മകൻ്റെ ഭാര്യയായി വരുന്ന കുട്ടിയെപ്പറ്റി എനിക്കും കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അതെന്താ, അമ്മക്ക് അവളെ ഇഷ്ടമല്ലേ? അമ്മ പറയാറുണ്ടല്ലോ അവൾ നല്ല കുട്ടിയാണെന്ന്. നിങ്ങൾ രണ്ടുപേരെയും എനിക്കറിയാം. നിങ്ങൾ ചേരില്ല. നീ ഇത് അവളോട് പറഞ്ഞിരുന്നു? അമ്മയാണോ ആദ്യം പറയുന്നത്? അലക്സിനെ അറിയുമോ? അറിയില്ല. ആ, എങ്കിൽ ഇനി ആരോടും പറയണ്ട. അവളും നിന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. നല്ലൊരു സൗഹൃദം ഇത് നശിപ്പിക്കല്ലേ. ഇന്ന് എന്നോട് ആരാണ് പറഞ്ഞത്? എനിക്കും തോന്നി. അവൾ എന്നോട് പലപ്പോഴും ഒരിടപ്പം കാണിക്കാറുണ്ട്. ഞങ്ങൾ മൂന്നാളും ഒന്നിച്ചുള്ളപ്പോഴും അവൾ എന്നോട് കൂടുതൽ ഇടപെടുന്നത്. അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അതൊക്കെ പ്രണയം കൊണ്ടാണെന്ന് പറയറ്റില്ല ഇന്ദ്ര. ഞാൻ പറഞ്ഞില്ലേ, നീ അത് മറന്നു കളയും. എനിക്ക് സമ്മതമല്ല. അമ്മയുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഞാൻ അവളോട് പറഞ്ഞോളാം. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ദ്രൻ്റെ ഭാര്യ അലീന ആയിരിക്കും. ഇതൊന്നും നടക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അമ്മയുടെ മുഖത്ത് ആത്മവിശ്വാസം അത് അവൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ ചിന്തകളിൽ നിന്ന് തിരിച്ചു വന്നു. അമ്മയാണ് എല്ലാത്തിനും കാരണം. അവൾക്ക് എന്നേക്കാൾ ഇഷ്ടം അമ്മയോടായിരുന്നു. അതാവും അമ്മ അറിയാതെ ഒന്നും നടക്കില്ല. എങ്കിലും സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മകൻ്റെ ജീവിതം തകർക്കാനും മാത്രം അതപ്പതിച്ചു പോകുമോ എൻ്റെ അമ്മ? അറിയില്ല. അവൾക്ക് എങ്ങനെ എത്രത്തോളം എന്നെ അകറ്റി നിർത്താൻ കഴിയുന്നു? അധികകാലം പ്രണയം മറച്ചു വെക്കാൻ എങ്ങനെ കഴിയും? കല്യാണം നടക്കുമ്പോഴെങ്കിലും അവളിലൊരു മാറ്റം അവൻ പ്രതീക്ഷിച്ചിരുന്നു. ഇനി അമ്മ പറഞ്ഞ പോലെ അവൾക്ക് ഒരിക്കലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ല. ഇല്ല, അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തോ ഗൗരവമേറിയ കാരണം ആയതുകൊണ്ടാവും രുദ്രേച്ചി എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. അച്ഛനെയും അമ്മയെയും പോലെ തന്നെ രുദ്രേച്ചയ്ക്ക് നല്ല സ്നേഹമാണ്. പണ്ട് മുതലൊക്കെ കാണുമ്പോഴൊക്കെ ഒത്തിരി സംസാരിക്കുമായിരുന്നു. ഇന്ദ്രട്ടൻ്റെ ആലോചന വന്നതിന് ശേഷം നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മിക്കപ്പോഴും ചേച്ചി വിളിക്കാറുണ്ട്. എപ്പോഴും ആ തോരാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. കൂടുതൽ ഏട്ടൻ്റെ കാര്യങ്ങൾ ആവും പറയുക. പലപ്പോഴും ചേച്ചിക്ക് ഏട്ടനോടുള്ള സ്നേഹം കാണുമ്പോൾ കൊതിയാവാറുണ്ട്. ഒരു ചേട്ടനോ ചേച്ചിയോ ആരും എനിക്ക് ഇല്ലാതെ പോയതിൽ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. ചക്കപ്പിന് പോയി വരുന്ന വഴിയാണ് എൻ്റെ അടുത്ത് വന്ന് കയ്യിലൊക്കെ പിടിച്ച് പതിവ് പോലെ ആൾ സംസാരിക്കാൻ തുടങ്ങി. വിശേഷം പറച്ചിലൊക്കെ കഴിഞ്ഞ് ചേച്ചി അല്പസമയം മൗനം പാലിച്ചു. എന്താ ആലോചിക്കുന്നത് പോലെ. ജാനുവിനെ ഞാൻ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് അല്പം ഗൗരവമുള്ള കാര്യം സംസാരിക്കാനാണ്. അമ്മക്കിത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്. അത് നേരത്തെ അറിയുന്ന കാര്യമായതുകൊണ്ട് ഞെട്ടലൊന്നും തോന്നിയില്ല. അതെനിക്ക് മനസ്സിലായത് ചേച്ചി. അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നീ അത് ഊഹിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. കുറച്ചു കാലമായി അവൻ ആളാകെ മാറിയിരുന്നു. എന്നോട് മാത്രമേ അല്പം സ്നേഹം കാണിക്കുള്ളൂ. അമ്മയോട് എപ്പോഴും ദേഷ്യമാണ്. കാരണം എന്താണെന്ന് അമ്മക്കും വലിയ നിശ്ചയമില്ല. ഒരു കല്യാണത്തിലൂടെയെങ്കിലും അവനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവനെ വിവാഹത്തിന് നിർബന്ധിച്ചത്. അവൻ മനസ്സോടെ സമ്മതിച്ചു. ഇത് പറഞ്ഞ് ചേച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി. മുഹൂർത്തം കുറിക്കുന്നതിന് മുമ്പ് നീ ഇതറിയണം എന്ന് അമ്മയാണ് പറഞ്ഞത്. ഒരു പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് വിചാരിക്കരുത്. നിന്നെപ്പോലെ ഒരു കുട്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അല്ലാതെ മറ്റൊന്നും ഉണ്ടായ കൊണ്ടല്ല. തീരുമാനം എൻ്റേതാണ്. ഒന്നോർത്താൽ ഞാനും വിവാഹത്തിന് മനസ്സുകൊണ്ട് തയ്യാറായിട്ടില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിനായും ഇന്ദ്രനും വിവാഹത്തിന് സംബന്ധിച്ച ആ ഒരു അവസ്ഥ എന്നേക്കാൾ നന്നായി വേറെ ആരും മനസ്സിലാക്കാനാണ്. ആ അമ്മക്ക് മകനെ തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും സഹായം എന്നെക്കൊണ്ട് ചെയ്യാനാവും എന്നവർ പ്രതീക്ഷിക്കുമ്പോൾ അതെനിക്ക് തല്ലിക്കെടുത്താനാവില്ല. പിന്നെ സ്നേഹം കൊണ്ട് ഉറങ്ങാത്ത മുറികൾ ഉണ്ടാവില്ല. എൻ്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ച വാക്കുകളാണ്. പക്ഷെ അമ്മ പരാജയപ്പെട്ടു പോയി. എങ്കിലും ഞാനും ശ്രമിക്കും ഇന്ദ്രട്ടനെ പഴയ ആളാക്കാൻ. ചേച്ചേനെ വാരിപ്പുണർന്നു എൻ്റെ തലയിലൂടെ മെല്ലെ വിരലോടിച്ചു. എനിക്കുറപ്പുണ്ട് നിനക്കതിനെപ്പറ്റി ഒത്തിരി സന്തോഷമുണ്ട് മോളും. നീ ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല.
നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റണില്ല ചേച്ചി. ആ കല്യാണത്തിന് മുമ്പ് അതിട്ടായിട്ടുള്ള ക്ലാസ് ഞാൻ എടുത്തു തരാം. ഇപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല. പിന്നെയും കുറേ സമയം സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. വീട്ടിൽ ചെന്നപ്പോൾ മാമൻ പറഞ്ഞു കല്യാണത്തിന് മുഹൂർത്തം ശരിയായെന്ന്. അടുത്ത ആഴ്ചയാണ് അത്രയും നല്ല മുഹൂർത്തം ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെയും 1 മാസം കൂടെ കഴിയണമെന്ന്. നിർമ്മല അമ്മക്കും എന്നോടുള്ള പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായിരുന്നു. അന്ന് ആശുപത്രിയിൽ പോയതിനു ശേഷം ഇങ്ങനെയാണ്. ചിലപ്പോൾ കുറച്ചു കാലം കൂടി സഹിച്ചാൽ മതിയല്ലോ, അതാവും. പെട്ടെന്ന് വിഷ്ണുവേട്ടൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു. ഉള്ളിൽ എവിടെയോ നോവ് അനുഭവപ്പെട്ടു. ഇനി ഏട്ടൻ്റെ മനസ്സിൽ പോലും സൂക്ഷിച്ചുകൂടാ. പരസ്പരം ഇഷ്ടത്തോടെയല്ല വിവാഹമെങ്കിലും താലി അന്യ പുരുഷനെ മനസ്സിൽ വെക്കാൻ ജാനകിക്ക് കഴിയില്ല. എല്ലാവർക്കും കുറേ ഡ്രസ്സും ആഭരണങ്ങളും കൊണ്ടുവന്നു. അതൊക്കെ വാങ്ങാൻ ആദ്യം മാമൻ തയ്യാറായില്ല. പക്ഷെ അവിടുത്തെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. അതൊക്കെ വാങ്ങുമ്പോൾ അർഹതപ്പെടാത്ത വാങ്ങുന്നതിന് ജാള്യത തോന്നിയെങ്കിലും മാമൻ്റെ കഷ്ടപ്പാട് കുറഞ്ഞതിൽ ആശ്വാസം തോന്നി. ദേഹ വഴി വിഷ്ണു ഏട്ടനെ പലപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരറിവും ഉണ്ടായിരുന്നില്ല. സ്റ്റഡിയിലൊക്കെ ആയതുകൊണ്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സ് വഴിയും ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. പലതവണ ഏട്ടൻ്റെ നമ്പറിൽ വിളിച്ചെങ്കിലും ഫോൺ ഓഫ് ആയിരുന്നു. അവസാനം എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഏട്ടൻ്റെ മെസ്സേജ് അയച്ചു. എന്തെങ്കിലും കാണുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ. നേരിട്ടല്ലെങ്കിലും തെറ്റുകൾ ഏറ്റുപറഞ്ഞതിനൊരു സമാധാനമുണ്ടായിരുന്നു. ഞാനങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാഹചര്യം ഏട്ടനിൽ നിന്ന് മറച്ചു പിടിച്ചതിന് കാരണവും എല്ലാം വിഷ്ണു ഏട്ടന് വേണ്ടി എൻ്റെ മിഴികൾ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഇനിയൊരിക്കലും ഏട്ടന് വേണ്ടി എൻ്റെ മിഴികൾ നിറക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരാം.